ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പഴം വരട്ടിയതാണ്. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. നല്ല പഴുത്ത ഏത്തയ്ക്ക ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു ഏത്തയ്ക്കയാണ് എടുത്തത്. പാൻ ചൂടായതിനു ശേഷം 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ അതിന് പകരം കോക്കനട്ട് ഓയിലോ ബട്ടറോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ മറിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഫുള്ള് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ ചെറിയ ബൗളിലാണ് എടുത്തിരിക്കുന്നത്. 1-ാം പാലും 2-ാം പാലും എടുക്കാം. 2 സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വരുന്നിടം വരെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. പഴം വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ? അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്നും പറയുന്നത് പോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.